ഈ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ ബെഹിലിൻ ദാസിന് വേണ്ടി ഇന്നിപ്പോ ഹാജരാകാൻ പോകുന്നത് ലോയേഴ്സ് കോൺഗ്രസ് അഭിഭാഷകനായ ദിലീപ് സത്യനാണ്. ഈ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിക്ക് CPM ബന്ധമുണ്ടെന്നൊക്കെ ആരോപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കോൺഗ്രസ് അഭിഭാഷകന്റെ സാന്നിധ്യം. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അഞ്ജു. ഗുഡ് മോർണിംഗ് ചേതോ. ഈ CPM സ്ഥാനാർത്ഥിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബെഹിലിൻ ദാസ് എന്ന വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ടൊരു രൂപരേഖ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതിയെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഭരണകക്ഷിയും സർക്കാരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എന്ത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും ഈ പാർട്ടി ബന്ധുവാണെങ്കിൽ രക്ഷപ്പെടുത്തുമെന്ന ഒരു പതിവ് രീതി ഈ വിഷയത്തിലും കാണാൻ സാധിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇന്ന് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ബെഹിലിൻ ദാസിന് വേണ്ടിയിട്ട് ഹാജരാകുന്നത് ലോയേഴ്സ് കോൺഗ്രസ് അഭിഭാഷകനായിട്ടുള്ള ദിലീപ് സത്യനാണ്. ഇദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ട് കോൺഗ്രസ് പാനലിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ്, മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ സ്ഥിരം സാന്നിധ്യത്തിൽ ഉള്ള ഒരു അഭിഭാഷകനാണ്. അത്തരത്തിലുള്ള ഒരു അഭിഭാഷകനാണ് ഇന്നിപ്പോൾ ബെഹിലിൻ ദാസിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കൂടി വന്ന സ്ഥിതിക്ക് ഈ ഒരു ലോയേഴ്സ് കോൺഗ്രസ് അഭിഭാഷകൻ ഈ കോടതിയിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുമ്പോൾ, ഈ പ്രതിക്ക് വേണ്ടി ഹാജരാകുമ്പോൾ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം. വലിയ തരത്തിൽ ഇന്നലെയും നമ്മൾ കണ്ടതാണ് ഈ ഇരുവർക്കും വേണ്ടി, അതായത് ഈ ബെഹിലിൻ ദാസിന് വേണ്ടിയിട്ട് ഇന്നലെ ചേർന്ന ബാർ അസോസിയേഷന്റെ പൊതുയോഗത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ വാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബെയിലിന് വേണ്ടി ആരും വക്കാലത്തെടുക്കരുത് എന്ന് പോലും വനിതാ അഭിഭാഷകരിൽ ചിലർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതൊക്കെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് അഭിഭാഷകൻ തന്നെ ഇദ്ദേഹത്തിന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് കോടതിയിൽ ഹാജരാകുന്നത്. ചെയ്തു. ഓക്കെ അഞ്ജു.